മഹാദേവന്റെ പാർവതി. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാമായി വിശന്നിട്ട് പോയിടാ. നീ നല്ലൊരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി എടുത്തേ, ഇല്ലെങ്കിൽ ഞാൻ വിശന്നിച്ചാവും. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് കഴിക്കാൻ. ഓ പിന്നെ നിന്റെ വീട്ടിൽ ഇഡ്ഡലിയും സാമ്പാറിന്റെ തൊള്ളി കൂടി ഇറങ്ങില്ല. എനിക്ക് രാവിലെ എന്തെങ്കിലും കനത്തിൽ കിട്ടണം. എന്നാ പിന്നെ വീട്ടിൽ അമ്മിക്കല്ലെടുത്ത് വിഴുങ്ങിട്ട് വരായിരുന്നില്ലേ? അയ്യടാ, എന്റെ കൂട്ടുകാരൻ എന്നെ ഊതിയതാണോ? കാറ്റടിച്ച മനസ്സിലായില്ലേ? പോടാ നീ പോടാ, എനിക്ക് വിശക്കുന്നടാ. എത്തി ഇറങ്ങ്. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാണ് മഹി എന്ന മഹാദേവനും അച്ചു എന്ന അശോകനും. രാവിലെ തന്നെ ഒരു സിനിമക്ക് പോയിരുന്ന വരവാണ്. മഹി രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിൽ അച്ചു സിനിമ കാണാനുള്ള തിടുക്കത്തിലൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. സമയം ഉച്ചയോടടുത്തു. എനിക്ക് ബിരിയാണി, നിനക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, നീ കഴിച്ചോ. ഓ വലിയ ബിസിനസ്സുകാരനല്ലേ, നമ്മുടെ സാധാരണ ഹോട്ടലിലെ ബിരിയാണി ഒന്നും പറ്റില്ലല്ലോ. വലിയ ഹോട്ടലിലെ ബിരിയാണിയിലെ കഴിക്കോ? അച്ചുതേ, എന്നെ വെറുതെ ദേഷ്യം കയറ്റരുത്. എടാ എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാ. നീ കഴിക്കുവോ? നീ കഴിക്ക്, വേഗം വേണം, രാവിലെ ഇറങ്ങിയ സമയത്തിരിയായി. ഓക്കെടാ, ഇതിപ്പോൾ കഴിയും. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ബിരിയാണി വന്നു. സാറേ ഈ കൈയൊന്ന് മാറ്റിയോ, പാത്രം വെക്കണം. ഓ സോറി, ബസ്സുള്ളൂ. മഹി തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും മഹിയുടെ നെഞ്ചിലൊരു മിന്നൽ കടന്നുപോയി. അതേസമയം ആ പെൺകുട്ടിയെ മഹി ഒരു ഞെട്ടിലോടെ നോക്കി. ആ നിമിഷം തന്നെ അവളുടെ ഇരുമിഴികളും നിറഞ്ഞു. ഒന്നും മിണ്ടാതെ ഭക്ഷണം ടേബിൾ വെച്ചിട്ട് അവൾ തിരിച്ചടന്നു. പാർവതി. മഹി വേഗം അവളുടെ പിന്നാലെ ചെന്നു. കണ്ണു നിറഞ്ഞ് കാഴ്ച മറിഞ്ഞുകൊണ്ട് അവൾ ആരെയും കണ്ടില്ല. നേരെ ചെന്ന് ഹോട്ടലിന്റെ മുതലാളിയുടെ ഭാര്യയുടെ ദേഹത്തിടിച്ച് ആ ഒരു ദേഷ്യത്തോടെ പാർവതിയുടെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു, എവിടെ നോക്കിയാണ് നടക്കുന്നത്? നിന്റെ മുഖത്തത് കണ്ണില്ലേ? നിറഞ്ഞ കണ്ണുകളോടെ അവർ നോക്കി ക്ഷമ പറഞ്ഞു. അവിടെ ഒരു സോറി, ഓടി പോയി ആ പാത്രങ്ങൾ കഴുകിവെക്ക്, ചെല്ല്. അതും പറഞ്ഞ ആ സ്ത്രീ അവിടുന്ന് പോയി. എന്നാൽ ഇതെല്ലാം കണ്ടുന്ന മഹിയുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ആ സമയം അകത്തേക്ക് പോയ അവിടെ അവസ്ഥ എന്താണെന്നറിയാൻ അവന് തോന്നി. അവനകത്തേക്ക് വന്നപ്പോൾ കണ്ടു ഒരുപാട് പേരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന പാർവതിയെ. അതോടൊപ്പം അവൾ കണ്ണുകൾ തുടയ്ക്കുന്നുമുണ്ട്. അവളുടെ അവസ്ഥ കാണി ഓടിച്ചെന്ന് നെഞ്ചോടി ചേർക്കാൻ തോന്നിപ്പോയി. ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചടന്നു. വീട്ടിലേക്ക് പോകും വഴി മഹി തീർത്തും മൗനമായിരുന്നു. ബിരിയാണി അടിപൊളിയായിരുന്നു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? അല്ല നീ എന്തിനാ ഹോട്ടലിനുള്ളിലോട്ട് കയറിപ്പോയത്? എന്തുപറ്റി? നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? മഹി വീട്ടിലെത്തി ഒന്നും മിണ്ടാ അകത്തേക്ക് കയറിപ്പോയി. അവന്റെ പോക്കേണ്ട അച്ഛനും അമ്മയും അശോകനോട് കാര്യം തിരക്കി. എന്തു പറ്റി വെച്ചു? അവനെന്തോ ഒന്നും മിണ്ടാ പോയത്? അറിയില്ല, ഒരു ഹോട്ടൽ കയറി ഇറങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെയായി. ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. ശരി, എന്നാ നീ വിട്ടോ, ഞാൻ ചോദിച്ചോളാം. ഓക്കെ. മഹി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. മോനെ മഹി. മഹി തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ അടുത്തേക്ക് ചെന്ന നിമിഷം മഹി കൃഷ്ണനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. കൃഷ്ണൻ മഹിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. മഹി ഒരുവിധം ഓക്കെ ആയപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, പറ എന്താ കാര്യം? അപ്പോഴേക്ക് അമ്മയായ സാവിത്രി അവിടെ എത്തി. എന്താ മോനെ, എന്തു പറ്റി? ഞാൻ അവളെ കണ്ടു അമ്മേ. ഞാൻ കാരണമില്ല നഷ്ടമായ പാവം പെണ്ണിനെ, പാർവതിയെ. എവിടെ വെച്ച്? ഒരു ഹോട്ടലിൽ വെച്ച്. അവിടെ അടിച്ചു വാരി എസിൽ പാത്രങ്ങൾ കഴിയും ഭക്ഷണം കൊണ്ട് കൊടുത്ത് ജീവിക്കാൻ പാവം. എല്ലാം ഞാൻ കാരണമല്ലേ അമ്മേ. ഒരു നേരത്തെ തമാശയ്ക്ക് ഞാനൊരു പെണ്ണിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയില്ലേ? തൻ്റെ മകൻ്റെ കണ്ണീര് കാണേ ആ മാതാപിതാക്കളുടെ മനസ്സുകൊണ്ട് അവരവനെ ആവും വിധം സമാധാനിപ്പിച്ചു. രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ അവൻ തയ്യാറായില്ല. ഒരേ കിടപ്പായിരുന്നു. മോനെ, എത്ര നേരം ഇടയ്ക്ക് കിടപ്പ് തുടങ്ങിയിട്ട് വന്ന് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട സാർ. മോനെ, വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ, പറ്റിപ്പോയൊരു തെറ്റ്. നമുക്കത് ശരിയാക്കാം. നമുക്ക് നാളെ ആ കുട്ടിയെ പോയി കാണാം. അതുകൊണ്ട് ഇന്ന് പ്രയോജനം സാർ. അവൾ അനുഭവിച്ചാൽ ഇല്ലാതെയാവൂ. എത്ര കരഞ്ഞിട്ടുണ്ടാവും, വേദനിച്ചിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എവിടെയൊക്കെ അലഞ്ഞിട്ടുണ്ടാവും. എല്ലാം ഞാനൊരുത്തം കാരണം. ശരിയായിരിക്കാം, പക്ഷെ അച്ഛനൊന്ന് ചോദിച്ചോട്ടെ, അവൾ അനാഥയായത് നീ കാരണമാണോ? അടിച്ചിറക്കി വിട്ടത് നീ കാരണമാണോ? അല്ല, അത് ആ കുട്ടിയുടെ വിധിയാ. അത് നീ മനസ്സിലാക്കണം. ഇനി ഒന്നോർത്ത് കരയണ്ട. നാളെ ആ കുട്ടിയെ പോയി കാണാം. അതും പറഞ്ഞ് കൃഷ്ണൻ പുറത്തേക്ക് പോയി. മഹി ആലോചനയോടെ തൻ്റെ അലമാര തുറന്നു. അതിലൊരു ഫയൽ പുറത്തേക്ക് എടുത്തു. അത് തുറന്നു നോക്കി. അതിലെ 10ലെയും +2ലെയും സർട്ടിഫിക്കറ്റ് അവൻ വേദനയോടെ നോക്കി. പാർവതി മേനോൻ 10ലും +2ലും ഫുൾ മാർക്ക് നേടിയ ഒരു 18 വയസ്സുകാരി പെണ്ണ്. കോളേജിൽ ചേരാമെന്ന ആദ്യ ദിവസം തന്നെ താനും തൻ്റെ 2 കൂട്ടുകാരും ചേർന്ന് റാഗിങ് ചെയ്തവൾ. മഹിയുടെ മനസ്സ് 3 വർഷം പുറകിലേക്ക് പോയി. വിനോദേ, ഇന്നാ പുതിയ കുട്ടികൾ കോളേജിൽ വരുന്ന ദിവസം. ഇന്ന് നമുക്കൊരാളെ പൊക്കണം. വേണ്ട മഹി, പിള്ളേർ ചേരട്ടെ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പണി തുടങ്ങാം. ആദ്യം വരെ കാത്തിരിക്കാൻ വയ്യ, ഇന്ന് ഒരെണ്ണം വേണം. അപ്പോഴാണ് മഹി ഒരു ധാവണിക്കാരി പെണ്ണിനെ കാണുന്നത്. ദേ നോക്കിയടാ, ആ വരുന്ന പെണ്ണുകൊള്ളാം, കണ്ടാലറിയാം പാവാണെന്ന്. തുടക്കം ഉള്ളിൽ നിന്നാവാ. ഓക്കേടാ. ഹലോ ധാവണി. അവൾ തിരിഞ്ഞു നോക്കി. നിന്നെ തന്നെ, ഇങ്ങോട്ട് വാ. പേടിയോടെ അവൾ അരികിലേക്ക് ചെന്ന് നിന്നു. എന്താണ് നിന്റെ പേര്? പാർവതി. എത്ര വയസ്സായി? 18. അയ്യോ, കൊച്ചു പെണ്ണാ, വിട്ടേക്കാലേ. വിടാ, ശരിക്കൊന്ന് പഠിക്കട്ടെ. അതും പറഞ്ഞ് മഹി അവളുടെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിച്ചെടുത്തു. അയ്യോ, എൻ്റെ ഫയല് അതിതാ, എനിക്ക് കോളേജിൽ ചേരാനാ. കിടന്ന് പിടക്കാതിരി കൊച്ചേ, ചേട്ടന് നോക്കട്ടെ ഈ കോളേജിന് പറ്റിയ കുട്ടിയാണോ എന്ന്. അതും പറഞ്ഞ് ഫയലിലെ സർട്ടിഫിക്കറ്റ് എല്ലാം മഹി നോക്കി.
ഓ അളിയ എല്ലാത്തിനും ഫുൾ മാർക്കാ. നല്ല തലയാ അവൾക്ക്. അധികം തന്നി, ഞാൻ പോട്ടെ, സമയം പോകുന്നു. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ആകും പറഞ്ഞ മഹി ആ ഫയൽ അവന്റെ പുറകിലായി വെച്ച്. ഞാൻ സാറിനോട് പറയും, മര്യാദക്ക് അതെങ്കിൽ താ, എനിക്ക് പഠിക്കണം. എന്നാ പോയി പറയടി, ഇനി നീ ഇവിടെ പഠിക്കണ്ട. വിനോദേ, നിന്റെ കയ്യിൽ ലാമ്പുണ്ടോ? എവിടെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കത്തിച്ചേക്കാം. ആകും പറഞ്ഞ മഹി അവളുടെ സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് പുറകിൽ വെച്ച് ഈ സമയം വിനോദ് മഹിയുടെ കയ്യിൽ ലാമ്പ് കൊടുത്തു. അയ്യോ ചേട്ടാ വേണ്ട, എനിക്ക് പഠിക്കണം, ഞാൻ കഷ്ടപ്പെട്ട് നേടിയത് അതൊക്കെ. കഷ്ടപ്പെടാതൊന്നും കിട്ടില്ല മോളെ. എൻ്റെ മോളെ ഇനി കഷ്ടപ്പെടണ്ട. 18 വയസ്സായില്ലേ, ഇനി കല്യാണം കഴിച്ച സുഖമായി ജീവിച്ചു. അതും പറഞ്ഞ മായാവയെല്ലാം അവിടെ മുന്നിലിട്ട് കത്തിച്ചു. തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തുന്ന നിറഞ്ഞ കണ്ണോടെ അവൾ നോക്കി നിന്നു. ഈ സമയം മായി ഒരു പുഞ്ചിരിയോടെ തന്റെ കൂട്ടുകാരെ നോക്കി. ആ നിമിഷം വിനോദ് പറഞ്ഞു, വേണ്ട പാവം, അത് കരയുന്നുണ്ട് തോന്നുന്നു. മായി അവിടെ സർട്ടിഫിക്കറ്റ് പുറകിൽ ഒളിപ്പിച്ച നേരം സതീഷ് അത് എടുത്തു മാറ്റി പകരം കുറച്ച് വെള്ള പേപ്പർ മഹിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. സംസാരിക്കുന്നതിൽ പാർവതിയെ ശ്രദ്ധിച്ചില്ല. തന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് മഹി കത്തിച്ച് കുറച്ച് വെള്ള പേപ്പറാണെന്ന് പാർവതി അറിഞ്ഞതുമില്ല. അവൾ തലകുനിച്ച് നിന്ന് കത്തുന്ന പേപ്പറുകളിലേക്ക് നോക്കിയായിരുന്നു. അത് കണ്ടതും മഹി അവിടെ അരികിലായി വന്ന് നിന്ന് വിളിച്ചു, പാർവതി. അവൾ തലയുയർത്തി മഹിയെ നോക്കി. ആ നിമിഷം മഹിയുടെ കണ്ണുകളുടെ മുഖത്തായിരുന്നു. അവളുടെ കറങ്ങിയ ചുവന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങുന്ന കണ്ട് മഹിയുടെ നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞു. താൻ കാരണം ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. തെറ്റായി പോയി താൻ ചെയ്ത് ഒന്നും വേണ്ടായിരുന്നു. എടോ പാർവതി, താൻ കരയണ്ട. ഞാൻ സമാധാനമായില്ലേ? എന്നെ ജീവിതം തകർത്ത 3 പേർക്ക് സമാധാനമായില്ലേ? നോയിക്കോ, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും. എടോ ഞാനൊന്ന് പറയട്ടെ, താൻ കരയില്ലേ? ഒന്നും പറയണ്ട. അതും പറഞ്ഞവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പാർവതി നിക്ക്, നീ എങ്ങോട്ടാ പോന്നേ? കോളേജ് ചേരുന്നില്ലേ? എന്നാൽ പാർവതി ഇതൊന്നും കേട്ടില്ല. അവൾ വന്ന ഒരു ഓട്ടോയിൽ കയറിപ്പോയി. എടാ പ്രശ്നമാവൂ, നീ ഇപ്പം എന്താ ചെയ്യാ? വേണ്ടായിരുന്നു. ഇന്നവിടെ വീട്ടിൽ പോകണ്ട, പോയ പണി കിട്ടും. അവിടെ നാളെ പോയി ഫയൽ കൊണ്ട് കൊടുക്കാം. ചിലപ്പോൾ നാളെ പൊളിച്ച് തെറിയല്ലെങ്കിൽ 2 അടി. 2-ലൊന്നും എന്തായാലും കിട്ടും, അതുറപ്പാ. എടാ പിന്നെ നീ പോയാൽ മതി, ഞങ്ങളില്ല. ഞാൻ പോവുകയും ചെയ്യും, നീക്കെൻ്റെ കൂടെ വരികയും ചെയ്യും, കേട്ടോടാ. പിറ്റേന്ന് പാർവതിയുടെ ഫയലുമായി അവളുടെ വീട്ടിലേക്ക് ചെന്ന 3 പേരും അവിടുത്തെ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൃതദേഹത്തിനരികിലിരുന്ന് കരയുന്ന പാർവതിയെ അത് കണ്ടത് 3 പേരും തകർന്നുപോയി. സതീഷ് അടുത്തുള്ള ആളോട് ചോദിച്ചു, എന്താ പറ്റി ചേട്ടാ? ഒന്നും പറയണ്ട മോനെ. ഇന്നലെ ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് ആ വഴി ആശുപത്രിയിൽ പോയതാ 3 പേരും. ലോറി ഇടിച്ചതാ. അവിടെ വെച്ച് തന്നെ എല്ലാം കഴിഞ്ഞു. പാവം കുട്ടി. അതിൻ്റെ ഒരു വിധി. ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിയും കുടുംബം ഇവിടെയാ താമസം. ഇനി ഇതിൻ്റെ ജീവിതം അവിടെ കാൽച്ചൂട്ടിലാവും. പാവം കൊച്ച്. എല്ലാം കേട്ട് കഴിഞ്ഞതും 3 പേരും വേദനയോടെ പാർവതിയെ നോക്കി ആകെ കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഇന്നലെ തങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചങ്കുപൊട്ടി കരഞ്ഞാണ് പോയത്. അതിനു പുറകെ ഇതും കൂടി അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. മഹി, സതീഷ്, നമുക്ക് പോവാം. എനിക്ക് അവൾ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. 3 പേരും അവിടെ തിരിച്ചുപോയി. അതിനുശേഷം അവരുടെ അവസ്ഥയായ സങ്കടത്തിലായിരുന്നു. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. മഹി, നമുക്ക് പാർവതിയുടെ വീട് വരെ ഒന്ന് പോവാം. ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ടാവും. നമുക്കിത് അവളുടെ കൈ കൊടുക്കാം, കാല് പിടിച്ച് മാപ്പ് പറയാം. പിന്നെ അവളുടെ അഡ്മിഷൻ്റെ കാര്യം അത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. നമുക്ക് 3 പേർക്കും കൂടി അവളെ പഠിപ്പിക്കാം. പാവം, നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ? സതീഷ് പറഞ്ഞ 3 പേരും ശരിവെച്ച് അങ്ങനെ അവർ അന്ന് തന്നെ പാർവതിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അച്ഛൻ്റെ സഹോദരിയുടെ കുടുംബം അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന്. അത് കേട്ടത് 3 പേർക്കും ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി. എന്തൊരു സ്ത്രീയാണ്ടവര്! 18 വയസ്സ് പ്രായമുള്ള പെണ്ണിനെ ഇറക്കി വിട്ടേക്കുന്നു. ആ തള്ളയുടെ പേരിൽ കേസ് കൊടുക്കണം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാലോ? വേണ്ട, അതൊക്കെ പിന്നെ വലിയ പ്രശ്നമാവും. നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുള്ളത്. എടാ ഇവിടുന്ന് വെച്ചിട്ട് പോയിട്ട് തപ്പുന്ന് പണ്ടാറിറങ്ങാൻ നാശം നേരത്താണോ അതിനോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. ഒരു സമാധാനം കിട്ടുന്നില്ല. മഹി, ഇനി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ദൈവം എന്തെങ്കിലും എൻ്റെ മുമ്പിൽ അവൾ കാണിച്ചു തരും. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. ഞാൻ കാരണം ആ പാവത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അന്ന് അങ്ങനെയൊന്നും അവളോട് ചെയ്തില്ലായിരുന്നെങ്കിൽ അവളിന്ന് പഠിക്കാനെങ്കിലും ആ കോളേജിൽ ഉണ്ടായേനെ. ഒറ്റ ദിവസം കൊണ്ട് ഒരു പെണ്ണിനെ എല്ലാം നഷ്ടമായി. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. എടാ വേണമെന്ന് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതവളുടെ വിധിയായി കാണ്. നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം അവളെ. അന്നു മുതൽ അവളെ തേടി അലയുകയായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ പഠനം പൂർത്തിയാക്കി. വിനോദ് ഡൽഹിയിലും സതീഷ് കാനഡയിലും ജോലി കിട്ടിപ്പോയി. എങ്കിലും സമയം കിട്ടുമ്പോൾ അവർ 2 പേരും വിളിക്കും. ഒരുപാട് സംസാരിക്കുമെങ്കിലും അവസാനം പാർവതിയിലെത്തും. ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു. മായി ഫോൺ എടുത്ത് പാർവതിയെ കണ്ടെത്തിയ കാര്യം 2 പേരെയും വിളിച്ചു പറഞ്ഞു. 2 പേരും വീഡിയോ കോളിൽ വന്നു. കണ്ടോടെ ഞങ്ങളുടെ പെങ്ങളെ? കണ്ടു. എന്നിട്ട് പാർവതിയെ കണ്ടതും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം മഹി അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ നോവ് അനുഭവപ്പെട്ടു. എടാ ഞങ്ങൾ ദിവസം വരാം, ഒരു നീണ്ട ലീവ് കിട്ടുമോ നോക്കട്ടെ. ഒരുപാട് സമയം സംസാരിച്ച ശേഷം മഹി ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന്, മോനെ നീ എങ്ങോട്ടാ ഇത്ര രാവിലെ? അമ്മയെ ഞാൻ പാർവതി കാണാൻ പോവാം. ചെയ്തു പോയ എല്ലാ തെറ്റിനും അവളോട് മാപ്പ് പറയണം. എന്നിട്ട് അവളുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഫയൽ കൊടുക്കണം. അവളെ പഠിപ്പിക്കണം. ഇനി ഞാൻ അവളുടെ സ്പോൺസർ കൂടി ആയിരിക്കും. അമ്മ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം അമ്മയുടെ കുട്ടി. എന്താ അമ്മേ? എനിക്ക് ഇഷ്ടമാണോ പാർവതി മോളെ? മായി തലകുനിച്ച് നിന്നു. ആ സമയം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. സാവിത്രി അടുത്തു വന്ന് മഹിയുടെ മുഖം പിടിച്ച് ഉയർത്തി. പറ, ഇഷ്ടമാണോ അമ്മയുടെ കുട്ടിക്ക്? അമ്മേ, ഞാൻ
മോനെ ഞങ്ങൾ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ 3 പേരും പാർവതിയെ കണ്ടുമുട്ടിയ ഹോട്ടലിൽ വന്നു. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു പാർവതി ഇന്നലെ ജോലി നിർത്തിപ്പോയി. ആ കുട്ടിയുടെ വീട് എവിടെ നിന്നറിയോ? കുറച്ച് അപ്പുറത്തുള്ള ഒരു കോളനിയിലെ താമസം. അങ്ങനെ അവിടേക്ക് ചെന്ന് പാർവതി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് വാതിൽ തട്ടി. അവൾ വാതിൽ തുറന്നു. പാർവതി ആകെ ക്ഷീണിച്ച അവശതയായി നിൽക്കുന്നു. പാർവതി, നിന്നെ കൊണ്ടുവരാൻ ഞാൻ വന്നു. വരില്ല എൻ്റെ കൂടെ? എന്നെ ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? പാർവതി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്, എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. മൈ പാർവതിയെ കണ്ടത് മുതൽ ഈ നിമിഷം വരെയുള്ള എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്കിരുന്ന മഹി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്ക് പോവാം. ഇനി ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട. അതേ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് അവൾ സമ്മതിച്ചു. അങ്ങനെ പാർവതി മഹിയുടെ വീട്ടിലെത്തി. മഹി അവൾ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ നിന്നും സാവിത്രി വിലക്കി. അതെ, കെട്ട് കഴിഞ്ഞ് മതി ഒരുമിച്ച് ഒരു മുറി കഴിയുന്നു. എൻ്റെ മോൾക്കുള്ള മുറി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാ മോളെ, അമ്മ കാണിച്ചു തരാം. ഒരു പുഞ്ചിരിയോടെ പാർവതി സാവിത്രിയോടൊപ്പം നടന്നു. സാവിത്രി മഹിയെ തിരിഞ്ഞു നോക്കി. 32 കൊല്ലം കാണിച്ച് നന്നായി വിളിച്ചു കാണിച്ചു. മഹി വിഷമത്തോടെ നോക്കി. ഈ അമ്മേൻ്റെ കഞ്ഞിയിൽ പാറ്റയാവുന്ന തോന്നുന്നേ. ആവിയെന്നല്ല, ആയി. ഇനി കെട്ടഴിയാന്ന് എനിക്ക് നിന്റെ പെണ്ണിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല. എന്നാ എനിക്കൊന്ന് കാണല്ലോ. ഞാൻ പോവും. ഒന്ന് സ്നേഹിക്കാൻ ഇപ്പോഴാണ് കിട്ടിയത്. അതൊക്കെ സ്നേഹിക്കാം. നീ വേഗം ആ സർട്ടിഫിക്കറ്റ് എല്ലാം ആ കൊച്ചിന് എടുത്തു കൊടുക്ക്. എന്നിട്ട് വേണം ബാക്കി കാര്യം തീരുമാനിക്കാൻ. മഹി സർട്ടിഫിക്കറ്റ് എല്ലാം അടങ്ങിയ ഫയൽ തിരികെ പാർവതി കൊടുത്തു. 3 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സർട്ടിഫിക്കറ്റ്സ് കണ്ട പാർവതി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മഹി അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ഇനി എൻ്റെ പെണ്ണ് കരയരുത്. ഈ കണ്ണു നിറയാൻ ഞാൻ ഇനി അനുവദിക്കില്ല. എൻ്റെ പെണ്ണ് പഠിക്കണം, ആഗ്രഹിച്ച എല്ലാം നേടണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവും. തയ്യാറല്ല എൻ്റെ പാറുട്ടി? നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു പാർവതിയുടെ മറുപടി. അന്ന് ഞങ്ങൾ 3 പേരും കുറേ അന്വേഷിച്ചു. എവിടെയായിരുന്നാലും ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ചു. പറയേ, അവളുടെ മരണശേഷം പിന്നെന്താ ഉണ്ടായത്? അന്ന് കോളേജിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വന്ന് കണ്ടപ്പോൾ കാര്യം ചോദിച്ചു. എല്ലാം പറഞ്ഞപ്പോൾ കുറേ സമാധാനിപ്പിച്ചു. അപ്പോഴാ അതിന് പുറകെ അതിലും വലിയൊരു വേദന എന്നെ തേടിയെത്തിയത്. എല്ലാം കൊണ്ട് ഞാൻ ആകെ തകർന്നു പോയി. അച്ഛനും അമ്മയും ചേട്ടനും പോയതോടെ അതുവരെ സ്നേഹം കാണിച്ച അമ്മായിയും കുടുംബവും പിന്നീട് എന്നെ ഒരു അധികപ്പറ്റായി കണ്ടു തുടങ്ങി. കുത്തുവാക്കുകൾ കൂടി വന്നോടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അതിന് ശ്രമിച്ചപ്പോൾ അമ്മായി ഇത് കണ്ടു. പിറ്റേന്ന് തന്നെ ഇറക്കി വിട്ടു. എങ്ങോട്ട് പോകുന്നൊരു അമ്പലത്തിൽ ആൽത്തറയിലിരുന്നു. അപ്പോഴാ പൂ വിൽക്കുന്നൊരു മുത്തശ്ശിയെ കണ്ടത്. എൻ്റെ സങ്കടം കണ്ടപ്പോൾ അവരെന്നോട് കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യം അവരോട് പറഞ്ഞപ്പോൾ കുറേ സമാധാനിപ്പിച്ചു. പിന്നെ ചോദിച്ചു കൂടെ പോയിരുന്നോന്ന്. രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ മുത്തശ്ശിക്കൊപ്പം പോയി. ഒരു കോളനിയിലായിരുന്നു അവരുടെ താമസം. പൂ കെട്ടിക്കൊടുത്ത് അവരുടെ വീട്ടിലെ ജോലി ചെയ്തും അവരെ സഹായിച്ചു. പിന്നെ അവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. 2 വർഷം ആ മുത്തശ്ശിയോടൊപ്പം കഴിഞ്ഞു. പിന്നെ അവരും പോയി. ഞാൻ വീണ്ടും ഒറ്റക്കായി ആ വീട്ടിൽ. ആ കോളനിയിൽ താമസിക്കുന്ന ഒരു ചേച്ചി ആ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കപ്പോൾ അവിടെ ജോലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 6 മാസമായി അവിടെ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ദേവേട്ടനെ കണ്ടപ്പോൾ കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും മനസ്സിലേക്ക് വന്നു. വീണ്ടും കാണേണ്ടി വന്നാലൊന്ന് പേടിച്ച് ഞാൻ ജോലി ഉപേക്ഷിച്ചു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും പാർവതി കരഞ്ഞുപോയി. മഹിയോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനിയൊന്നും പേടിക്കണ്ട, ഒന്നും ഓർക്കണ്ട. നിനക്ക് ഞാനുണ്ട്, എനിക്ക് വേണം നിന്നെ. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ പാർവതിക്ക് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. മഹി പാർവതിയെ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹത്തിന് വിനോദും സതീഷും വന്നു. അനിയത്തെ കാണാൻ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് അവർ വന്നത്. ചെയ്തു പോയതിനൊക്കെ പാർവതിയെ ചേർത്ത് പിടിച്ച് മാപ്പ് പറഞ്ഞു. നിറഞ്ഞ പുഞ്ചിരിയോടെ പാർവതി അവരെയും ചേർത്ത് പിടിച്ചു. വിവാഹശേഷം മഹി പാർവതിയെ പഠിക്കാൻ വിട്ടു. നന്നായി പഠിച്ച് പഠനം അവൾ പൂർത്തിയാക്കി. ഇപ്പോൾ പാർവതി ഒരു സ്കൂൾ ടീച്ചറാണ്. അതെ, എന്താ? ആഗ്രഹം പോലെല്ലാം നേടിയില്ലേ? നേടി. എന്നാൽ എനിക്കും ചിലത് നേടാനുണ്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാ. അതെന്തിനാ? എന്തിനാണെന്നോ, കെട്ട് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ ഞാൻ പട്ടിണിയാ. എനിക്ക് വയ്യ ഇനിയും കാത്തിരിക്കാൻ. മര്യാദക്ക് വാ. വന്നില്ലെങ്കിൽ മോളെ പാറുട്ടി, ചേട്ടന് വെറുതെ വാശി പിടിപ്പിക്കല്ലേ. എൻ്റെ മോള് താങ്ങില്ല. മര്യാദക്ക് വാ. നീയായിട്ട് വന്ന അത്രയും നല്ലത്. അതെല്ലാം ഞാനായിട്ട് വരണം. അയ്യോ വേണ്ട, ഞാൻ വരാം. ഇങ്ങോട്ട് വാടി. അയ്യോ എന്നെ കൊല്ലല്ലേ. പാറു ലൈറ്റ് ഓഫ് ചെയ്തു. മയുടെ അടുത്തേക്ക് ചെന്ന് ഇനി അവർ ജീവിക്കട്ടെ. ജീവിതത്തിൻ്റെ കൈപ്പേറിയ കാലം മറന്ന് വരാനിരിക്കുന്ന മധുരകാലമോർത്ത്